ഫസ്റ്റ് ചാപ്റ്റർ തന്നെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എല്ലാ ചാപ്റ്റേഴ്സും എക്സാമിന് ഉണ്ടാവില്ലേ? കാരണം ടേക്ക് ദി ചാപ്റ്റർ ഫോർ ദ എക്സാം. നിങ്ങൾക്ക് എന്തായാലും ജനുവരി എക്സാം അല്ലേ, ഫെബ്രുവരി എക്സാം അല്ലേ, നമുക്ക് തന്നെ തീർക്കാൻ പറ്റും. കേട്ടെ ഞാൻ റിവിഷൻ. റിവിഷൻ മൊത്തമായിട്ടൊക്കെ റിവിഷൻ ചെയ്ത് തീർക്കാലോ. ഓക്കെ. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് സ്കൂളിൽ എടുക്കാത്തതുണ്ടോ? സോ റിമൈനിങ് ചാപ്റ്റേഴ്സ് ഉണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഇവിടെ എടുത്തോ? മീൻസ് ലൈക്ക് എടു- ട്യൂഷനിൽ എടുത്തില്ല. എടുത്തോ? എനിക്കൊരു ഉറപ്പില്ല. കമ്പ്യൂട്ടർ സ്കിൽ എന്തായാലും. We have statistics this year, right? Yeah, we have statistics this year. Not probability. We have statistics. Okay, Okay. let's. Okay, we can start from the back last chapter. That's the last chapter, statistics. Okay, we can start from the statistics. Okay. Okay, yeah. Little bit. Okay. So this last concept is a revision. Okay, revision from the last chapter to first chapter we are moving. So the last chapter is actually statistics. This is the last chapter, statistics. Actually, statistics is a branch in the maths, same like the physics, chemistry, biology, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, ജോഗ്രഫി അങ്ങനത്തെ ആ മെത്തേഡ് തന്നെ വരുന്ന ഇത് ഹിസ്റ്റോറി, ഈ ജോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ന്യൂമറിക്കൽ വാല്യൂ, നമ്പർ സിസ്റ്റം, ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇതൊന്നും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഒരു വേർഡ് ഉണ്ട്. ആ വേർഡിന്റെ പേരാണ് ഒബ്സർവേഷൻസ്. നമുക്ക് ഒബ്സർവേഷനെ പറ്റി പഠിക്കാം. ഫസ്റ്റ് അബൌട്ട് ഒബ്സർവേഷൻ. What is the meaning of the observation? Suppose I'm asking your blood group. When I saying that Adi saying his blood group is O positive, Nandakishore saying that his blood group is AB positive, and Arya saying his blood group is A negative, and this Safa saying her blood group is O negative. So, ഇങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളോട് മാർക്ക് ചോദിക്കാൻ, വാട്ട് ഇസ് എ മാർക്ക് ഔട്ട് ഓഫ് 50? സംവൺ സേസ് ഇറ്റ്സ് 50. അത് ചെയ്യുമ്പോൾ 50 നെഗറ്റീവ് എന്ന് പറയണം. നെക്സ്റ്റ് ആൾ പറയണം 48 കിട്ടി എന്ന് പറയണം. നെക്സ്റ്റ് ആൾ പറയണം 49 കിട്ടി എന്ന് പറയണം. അപ്പൊ ഇതൊക്കെ ഒബ്സർവേഷൻസ് ആണ്. ദീസ് ആർ ദ ഒബ്സർവേഷൻസ്. ഈ ഒബ്സർവേഷനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഇത് ഫസ്റ്റ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഇത് ഫസ്റ്റ് ഒബ്സർവേഷൻ X1 എന്നാണ് പറയുക. സെക്കൻഡ് ഒബ്സർവേഷൻ X2 ആണ്. ഇത് തേർഡ് ഒബ്സർവേഷൻ ആണ്, X3 ആണ്. ഇത് ഫോർത്ത് ഒബ്സർവേഷൻ ആണ്, X4 ആണ്. ദിസ് ആർ ദി ഒബ്സർവേഷൻ X1, X2, X3, X1. സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്ത് പറയുന്നതിന് XI എന്നാണ് പറയാം കേട്ടോ. XI. നെക്സ്റ്റ് ഇയറിലേക്കാണ് ഇത് കൂടുതൽ യൂസ് ഉണ്ടായിരിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ഇയറിൽ കുറച്ച് യൂസ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഒറ്റ പ്രോബ്ലം വരുന്നുണ്ടാക്കിയുള്ളൂ, ഹിസ്റ്റോഗ്രാം വിത്ത് പോളിഗൺ. സോ XI. ഓക്കെ, അപ്പൊ XI പറഞ്ഞ ഈ ഒബ്സർവേഷൻസ് ആണ്. അപ്പൊ ഐയുടെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. I1 ആവും, I2 ആവും, I3 ആവും, I4 ആവും, അങ്ങനെ മാറി 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 മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഐയുടെ വാല്യൂ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഐയുടെ വാല്യൂ. ഇനി okay, these are the observations. Next one, central tendency. The next one is known as the central tendency. Central tendency. What is the meaning of the central tendencies? Central tendencies, tendencies of the observation, tendencies of the observations to cluster around some central value. Tendencies of the observation to cluster around some central value. This is known as central tendency.
tendencies of the observation to cluster around some central value is known as the center tendency. Tendencies of the observation to cluster around some central value is known as central tendency. ഒരു പ്രത്യേക വാല്യൂവിനോട് ഇപ്പൊ ഞാൻ ചോദിക്കാം, നിങ്ങളോട് ചോദിക്കുകയാണ് മാർക്ക് എത്രയാണ്. ഇപ്പൊ കുറെ നമ്മുടെ ക്ലാസ്സിൽ കുറെ കുട്ടികളുടെ എഴുതിക്കോളും ഒരു 45 എന്നുള്ള മാർക്ക് ഉണ്ട്. പിന്നെ അടുത്ത കുട്ടി പറഞ്ഞു 44.5 എന്ന് പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞു 46 എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആൾ പറഞ്ഞു 45.7 എന്ന് പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞു 45 എന്ന് പറഞ്ഞു. ചില ആൾക്കാരത് 100 പറയുന്നുണ്ട്, ചില ആൾക്കാരത് 0 പറയുന്നുണ്ട്, ചില ആൾക്കാരത് 20 പറയുന്നുണ്ട്. പക്ഷെ കൂടുതലും ഒരു 45 എന്നുള്ള റേഞ്ചിലേക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് സെന്റർ ടെൻഡൻസീസ്. ടെൻഡൻസീസ് ഓഫ് ദ ഒബ്സർവേഷൻ ടു ക്ലസ്റ്റർ അറൌണ്ട് സം സെൻട്രൽ വാല്യൂ. ഒരു പ്രത്യേക വാല്യൂവിലേക്ക് ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്ത് നിൽക്കാനുള്ള ടെൻഡൻസിക്ക് പറഞ്ഞ പേരാണ് സെൻട്രൽ ടെൻഡൻസി. ദിസ് ഇസ് നോൺ ആസ് എ സെൻട്രൽ ടെൻഡൻസി. ഒരു പ്രത്യേക പൊസിഷനിലേക്ക് വന്ന് നിൽക്കാനുള്ള ടെൻഡൻസിക്ക് പറഞ്ഞ പേരാണ് സെൻട്രൽ ടെൻഡൻസി. In a group, whatever number is in the center, that is the central tendency. അങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. പക്ഷെ നമ്മളൊക്കെ ഗ്രൂപ്പ് ആകുമ്പോൾ സെൻട്രലുള്ള വാല്യൂ, പക്ഷെ അത് സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യാൻ നമ്മൾ 3 കാര്യങ്ങൾ എടുക്കും സെൻട്രൽ ടെൻഡൻസീസിന്. അപ്പൊ സെൻട്രൽ ടെൻഡൻസി പറഞ്ഞാൽ ടെൻഡൻസീസ് ഓഫ് ദ ഒബ്സർവേഷൻ ടു ക്ലസ്റ്റർ അറൌണ്ട് സം സെൻട്രൽ വാല്യൂ. ഇനി ഇതേ സെൻട്രൽ ടെൻഡൻസി എന്തൊക്കെയാ സെൻട്രൽ ടെൻഡൻസി ഇപ്പൊ ചോദിച്ചില്ലേ, സെൻട്രലിലുള്ള വാല്യൂ എപ്പോഴും നമുക്ക് എഴുതിണ്ടാക്കാനും ചാർട്ട് വരയ്ക്കാനും പറ്റില്ല. അപ്പൊ ഈ സെൻട്രൽ ടെൻഡൻസി കാണാനുള്ള 3 മെത്തേഡുകൾ ഉണ്ട് സെൻട്രൽ ടെൻഡൻസി കാണിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് മീൻ, നെക്സ്റ്റ് മീഡിയൻ, തേർഡ് മോഡ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. എന്തൊക്കെയാ പഠിക്കാനുള്ളത്? മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. മീൻ കാണണം, മീഡിയൻ കാണണം, മോഡ് കാണണം. മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. അപ്പൊ എന്താ സെൻട്രൽ ടെൻഡൻസി? എന്താ? ടെൻഡൻസീസ് ഓഫ് ദ ഒബ്സർവേഷൻ ടു ക്ലസ്റ്റർ അറൌണ്ട് സം സെൻട്രൽ വാല്യൂ ഈസ് നോൺ ആസ് ദ സെൻട്രൽ ടെൻഡൻസി. ടെൻഡൻസീസ് ഓഫ് ദ ഒബ്സർവേഷൻ ടു ക്ലസ്റ്റർ അറൌണ്ട് സം സെൻട്രൽ വാല്യൂ ഈസ് നോൺ ആസ് സെൻട്രൽ ടെൻഡൻസി. അതിൽ എന്തൊക്കെയുള്ളത്? മീന്, മീഡിയൻ, മോഡ്. മീൻ, മീഡിയൻ, മോഡ്. അറിയപ്പെടും. അതിന്റെ പേരാണ് AM. AM മീൻസ് അരിത്തമെറ്റിക് മീൻ. ഓക്കെ, സോ AM കൂടി പറയും അതിന്. മീന്, ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറയും. മീഡിയൻ, മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ്. മിഡിൽ വാല്യൂ ഈസ് നോൺ ആസ് മീഡിയൻ. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ. മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഈസ് നോൺ ആസ് മോഡ്. ദിസ് ഇസ് ദ മോഡ്. മോഡ് പറഞ്ഞ അർത്ഥം മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ പറഞ്ഞ പേരാണ് മോഡ്. AM-ന്റെ ഫുൾ ഫോം എന്തായിരുന്നു? അരിത്തമെറ്റിക് മീൻ. The meaning arithmetic mean. Sir, average means add everything and divide by the number of. Yes, average. Add everything and divide by how many numbers are there, that number. Okay. Okay. Then ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. മീനിനെ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ. മീനിന്റെ ഒരു ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്, മറ്റൊന്ന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ അല്ല. മീൻ എക്സ് എന്ന് വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇടും. എക്സ് മേലെ വരാം. റീഡേഴ്സ് എക്സ് ബാർ. എക്സ് ബാർ എന്നാണ് പറയാം. ദിസ് ഇസ് നോൺ ആസ് എക്സ് ബാർ. സിമ്പിൾ ആണോ അത് സർ? സിമ്പിൾ ആണ്. മീൻ കാണാനുള്ള മെത്തേഡാണ് എക്സ് ഒരു വര.
ഇത് വായിക്കുന്നത് എക്സ് ബാർ. എക്സ് ബാർ മീനെ ചെയ്യുന്നതാണ് എക്സ് ബാർ. മീൻ എക്സ് ബാർ. ഓക്കെ, ഫസ്റ്റ് മീൻ കാണുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് മീൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സെല്ലിങ് എടുത്തോളൂ, മീൻ അല്ലെങ്കിൽ എക്സ് ബാർ. മീൻ കാണാനുള്ള മെത്തേഡാണ് സിഗ്മ. വായിക്കുന്നത് സിഗ്മ എന്നാട്ടോ വായിക്കാം. ഇത് പെണ്ണിന്റെ മിസ്റ്റേക്ക് ആണോ ഞാൻ വായിക്കാം. വായിക്കുന്നത് സിഗ്മ എന്നാണ്. സിഗ്മ എക്സ് ഐ, sigma xi divided by n. What is the meaning of the sigma? Sigma means sum. Sigma എന്ന് പറഞ്ഞാൽ അർത്ഥം സം ആണ്. സിഗ്മ എന്ന് Sir, പറഞ്ഞാൽ what is നമ്മൾ it? പേരാണ് സഗ്മ. XI by N. xi by n. അതായത് ഇപ്പൊ ഞാൻ പറയാം, എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. Find the mean of first 5 whole numbers. Find the mean of first 5 whole numbers. അപ്പോൾ ഫസ്റ്റ് 5 whole numbers ഇതൊക്കെ നോക്കി. ഫസ്റ്റ് 5 whole numbers. First whole number is 0, second whole number 1, third whole number 2, fourth whole number 3, next whole number, fifth whole number 5. 0, 1, 2, 3, 4 ആണ്. Okay, 0, 1, 2, 3, 4. അപ്പോൾ നോക്കി സഫ ഇത് ഫസ്റ്റ് വൺ അല്ലേ. സോ ദാറ്റ് ഈസ് ആക്ച്വലി x1, ഫസ്റ്റ് ഒബ്സർവേഷൻ. ദിസ് ഇസ് സെക്കൻഡ് ഒബ്സർവേഷൻ. ദിസ് ഇസ് തേർഡ് ഒബ്സർവേഷൻ. ദിസ് ഇസ് ഫോർത്ത് ഒബ്സർവേഷൻ ആൻഡ് ദിസ് ഇസ് ഫിഫ്ത്ത് ഒബ്സർവേഷൻ. അതിന് നമ്മൾ ജനറലി പറയുന്ന പേരാണ് എക്സ് ഐ. അവ സിഗ്മ എന്നും കൂടി ഇടുമ്പോൾ എന്തായി മാറി വെച്ചാൽ ഇതെല്ലാം ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, വി നീഡ് ടു ആഡ്. സോ എക്സ് ബാർ ഇസ് ഇക്വൽ ടു സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ. ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഒബ്സർവേഷൻ 0 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 all divided by n. How many observations are here? 5. So 1 plus 2 CR. So 10 divided by 5. What is 10 by 5? 2. So the answer is 2. The next one. Find mean of the following observation.
Find mean of the following observation. Okay. Question 6, 8, 10, 6, 5, 4, 3. Come on. ചെയ്തോളൂ. നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതാം ആദ്യം കേട്ടോ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് ഐ ഇതെല്ലാം ആഡ് ചെയ്യാം. 6 പ്ലസ് 8 പ്ലസ് 10 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3 divided by 1, 2, 3, 4, 5, 6, 7 divided by 7. So add your numbers, add your 6 plus 8 plus 10 plus 6 plus 5 plus 4 plus 3. 42. So the answer is 42 by 7. That is 42 by 7, 6, 7, 42. Right? So the answer is 6. This is the answer. Answer is 6. ഓക്കെ ക്ലിയർ ആണല്ലോ. ഞാൻ നമ്മൾ മീൻ കാണാം കേട്ടോ. നമുക്ക് മീൻ കാണാൻ വേറെ പ്രോബ്ലം നോക്കാം. If mean of the following observation. If mean of the following observation is 42, find x. The question is 6x, 40, 46, 48. We need to find the value of the x. Question number 1. 6x, 40, 46, 48. We need to find the value of the x. X in the value. So how you can calculate the value of the x? So x bar. X bar is given. What is the x bar? They are saying that the mean is equal to 42. Okay, this value is equal to 42. X bar is sigma xi by n. So that value is equal to 42. So substitute sigma xi. Add a numbers 6 plus x plus 40 plus 46 plus 48 by 1, 2, 3, 4, 5 by 5 equal to 42. This is equal to 42.
ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നതായിരിക്കും അല്ലേ. സോ ആഡ് ചെയ്യുമ്പോൾ 6 plus 40 plus 40 plus 46 plus 48 110. So x plus 140 by 5 equal to 42. Equal to 42. Now cross and multiply here. So you will get x plus 140 is equal to 42 into 5. What is that? 210. This is equal to 210. Transfer amount. So x is equal to 210 minus 140. That is 70. This is the value of the x equal to 70. ഒന്നും കൊണ്ടുവരും, എല്ലാ തൊലിയും കൊണ്ടുവരണം. ക്ലാസ്സിലാണ് കണ്ടത്. നോ 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 പേപ്പർ വെച്ചിട്ട് ഫസ്റ്റ് റൂം തുറച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കേട്ടോ. എക്സ് നമുക്ക് തേച്ചാൽ 70 കിട്ടും. നെക്സ്റ്റ് കേട്ടോ മീഡിയൻ. Median. What is the meaning of the median? Median is known as the middle value. So we need to arrange the observation in ascending or descending order. Arrange observations in ascending or in descending order. The observation that come in the middle is known as median. Arrange observation in ascending or in descending order. Observation ascending order or descending order. The observation that come in the middle is known as the median. Observation middle വരുന്ന observation വേണ്ട പേരാണ് median. എല്ലാം കൊണ്ടായിട്ട് തുടച്ചിട്ടാണ്. The observation that come in the middle is known as the median. Middle വരുന്ന observation ആണ് median. Find median of the following. Six, 8, 3, 5, 11, 7, 9. We need to find the median.
Okay. So what we want to do is we need to write in the ascending or in descending order. Better എപ്പോഴും ascending order എഴുതുക. ഏറ്റവും small number ഏതാ 3. So 3 first. What's the next number? 5. Then 5 second. Next number 6. 6. Next number 7. So 7. Next number 8. So 8. Next number 9. So 9. Last number 11. So 11. ഇനി എത്ര ഒബ്സർവേഷൻസ് നോക്കാം 1 2 3 4 5 6 7. അപ്പൊ 7 ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലെ ആക്ച്വലി 7 നമ്പേഴ്സ് ഉണ്ട് സോ ആക്ച്വലി ദ 7 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് 8 ബൈ 2. 8 ബൈ 2 എത്ര കിട്ടുക 4th. ഈ 4th ഒബ്സർവേഷൻ ആണ് മീഡിയം വരിക സോ 1 2 3 4 ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ 7 ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയുണ്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ നോക്കുക പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ഈവൺ നമ്പർ ആണെങ്കിൽ കേട്ടോ ഇഫ് ദ നമ്പർ ഒബ്സർവേഷൻസ് ആർ ഈവൺ സോ ടോട്ടൽ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്പർ ഓഫ് ഒബ്സർവേഷൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അല്ലെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ ഉദ്ദേശിച്ച രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ 3 അല്ല 11 അല്ല 5 അല്ല 9 അല്ല 6 അല്ല 8 അല്ല ബാക്കിയുള്ള നമ്പർ ഏതാ 7. ആ 7 ആണ് ആൻസർ വരിക. ഇനിയിപ്പോ നമുക്ക് വരുന്ന കൺഫ്യൂഷൻ എന്നുള്ളത് ആ നടുക്ക് രണ്ട് നമ്പർ വന്നാലോ എന്നുള്ളതാണ്. ആ മിഡിൽ ഇപ്പൊ 7 മാത്രം വന്നാലല്ലേ ഒരു നമുക്ക് എഴുതാം. 7ന് പകരം നടുക്ക് രണ്ട് നമ്പർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ രണ്ട് നമ്പറും ആഡ് ചെയ്യുക ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അപ്പൊ ഇൻ കേസ് സെന്ററിൽ രണ്ട് നമ്പർ വന്നാൽ ആ രണ്ട് നമ്പറും ആഡ് ചെയ്യണം. അതിന് നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ജസ്റ്റ് ആഡ് ദ 2 നമ്പർ ദെൻ ഡിവൈഡ് ജസ്റ്റ് ആഡ് ചെയ്യുക എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. Find median. Save. Fine. Find the median. 6, 16, 26, 13, 46, 98, and 87. ആര്യ കിട്ടിയോ? ഇല്ല സാർ ചെയ്യുക ഒരു മിനിറ്റ്.
ആദി കിട്ടിയോ? ആദി അസെൻഡിങ് ഓർഡറിൽ എഴുതൂ, എന്നിട്ട് കട്ട് ചെയ്ത് അടുക്കത്തെ നമ്പർ എഴുതിയാൽ മതി. സർ 26 ആണോ? നോക്കാം. ഏറ്റവും സ്മോൾ നമ്പർ ഏതാ? 6. കട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് 13. നെക്സ്റ്റ് വൺ 16. നെക്സ്റ്റ് വൺ 26. നെക്സ്റ്റ് വൺ 46. നെക്സ്റ്റ് വൺ 87. നെക്സ്റ്റ് വൺ 98. ഇതല്ല. സോ സെന്ററിൽ 26. Okay. Next one. If median of the following observation in ascending order is 13, find x. 6, 8, x plus 2, x minus 3, 17, 21. നന്നായിട്ടുണ്ട്. Okay. So ഞാൻ നോക്കി already they are saying ascending order. If it is ascending order ആണെങ്കിൽ not 6, not 21, not 8, not 17. So we have two observations in the middle. Which are the two observations? X plus 2 and x minus 3. So if the two observations are in the middle, the median equal to, this is the median. Median is equal to, we need to add the two numbers, x plus 2, x minus 3 കൊണ്ട് നമുക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മിഡിൽ രണ്ട് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രണ്ട് നമ്പറും ആഡ് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. This value, they are saying that this value is 13. ഈ വാല്യൂ നമുക്ക് എന്ത് കിട്ടുന്നത്? 13 എന്ന് കിട്ടുന്നത്. This is the value 13.
വാല്യൂ ഈസ് 30. എക്സിന്റെ വാല്യൂ കാണും, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. കിട്ടിയോ ആൻസർ? Cross and multiply by, you will get this is 26. So x plus 2 plus x minus 3 equal to 3 into 2, 30 into 2, that is 26. Look, x and x plus x is 2x. And this value 2 plus minus 3, what is that? Minus 1. So 2x minus 1 is equal to 26. Transfer 0. So you will get 2x is equal to 26 plus 1. What is 26 plus 1? 27. So you will get 2x is equal to 27. X in the value 27 by 2. Is the value of the x. X equal to 27 divided by 2. Okay. So this is the way we calculate. Next, the mode. അടുത്ത് നമ്മൾ മോഡിനെ പറ്റിയിട്ടാണ്. How we can find the value of the mode. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ്. മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഈസ് നോൺ ആസ് മോഡ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് മോഡ്. മോഡ് ഈസ് നോൺ ആസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ. For example, find the mode of the following. Find mode of the following. First question ആണ് 6, 8, 9, 6, 8, 7, 6. ഇവിടെ നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ 8 എന്നുള്ളത് 2 ടൈംസ് വരുന്നുണ്ട്, പക്ഷേ ഈ 6 എന്ന് വരുന്നത് 3 ടൈംസ് വരുന്നുണ്ട്. അപ്പൊ 6 ആണ് ഇതിന്റെ എന്ത് വരുന്നത്? മോഡ് വരുന്നത്. സോ 6 ഇസ് ദ മോഡ്. മോഡ് എന്താണ്? 6. 6 ആണ് നിങ്ങൾക്ക് വരുന്ന മോഡ്. ഓക്കെ, സോ മോഡ് കാണുന്നത് എങ്ങനെയാണ്? മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂന് വേണ്ട പേരാണ് മോഡ് കേട്ടോ.
Next, frequency by down heading ആണ് frequency distribution table. Frequency distribution table. Frequency distribution table എന്തെല്ലാം ഉണ്ടാവും നോക്കാം. Frequency distribution table ഉണ്ടായിരിക്കുന്നത് ഫസ്റ്റ് ഇതായിരിക്കും ഇതിന്റെ ഒബ്സർവേഷൻ, നെക്സ്റ്റ് ടാലി മാർക്ക്, നെക്സ്റ്റ് ഫ്രീക്വൻസി. ആ പേരെണ്ണുണ്ട് നിങ്ങൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ്. അപ്പൊ എന്താണ് ഒരു ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് ഡേറ്റ തരാം. 10, 11, 8, 8, 6, 10, 11, 11, 10, 8, 6. അതാണ്. അത് നമുക്ക് ഒബ്സർവേഷൻസ് ഏതൊക്കെയുള്ളത്? 8 എന്നുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. ഏറ്റവും ചെറുത് 6 ആണ്, 6 എഴുതി. പിന്നെ വരുന്ന ഒബ്സർവേഷൻ 8 ആണ്, 8 എഴുതി. പിന്നെ ഇത് വരുന്നത് 10 വരുന്നുണ്ട്, 11 വരുന്നുണ്ട്, 10 എഴുതി, 11 എഴുതി. So these are the observations. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻസിന്റെ ഫസ്റ്റ് കോളം അല്ലെങ്കിൽ നമ്മൾ XI എന്നിടും, XI. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഓരോന്നും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 6 എന്നുള്ളത് 1, 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ 6ന്റെ പ്ലേസിൽ 2 എന്ന് എഴുതും. അങ്ങനെ 2 വര വരയ്ക്കും. അതിനുള്ള പറയുന്ന പേരാണ് ടാലി മാർക്ക്. ടാലി മാർക്ക്. ഇനി അടുത്ത കോളാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി അപ്പൊ 2. നെക്സ്റ്റ് 8 ആണ്. 8 1, 2, 3. അപ്പൊ അവിടെ നമ്മൾ 1, 2, 3. So 8. So 3 mark. Next, 10. 1, 2, 3. അപ്പൊ 10ന് നേരെ 3 ലൈൻ വരയ്ക്കും. This is 3. And the last one is 11. 1, 2, 3. അപ്പൊ 11ന് നേരെ നമ്മൾ 3 ലൈൻ വരച്ചിട്ട് ഇത് എങ്ങനെ എഴുതപ്പെട്ട പേരാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവേഷൻ, സെക്കൻഡ് വൺ ഈസ് ടാലി മാർക്ക്, തേർഡ് വൺ ഈസ് ഫ്രീക്വൻസി. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു വേർഡിന്റെ പേരാണ് ക്ലാസ്. ഈ ക്ലാസ്സിൽ 0 to 5, 5 to 10 അങ്ങനെയൊക്കെ ക്ലാസ് വരുന്നുണ്ടായിരിക്കാം. 5 to 10, 10 to 15, 15 to 20 ഈ ലെവലിലൊക്കെ ക്ലാസ് വരും. ഈ ക്ലാസ് കണ്ടോ 0 to ഇത് നമ്മൾ പറയാ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. ദിസ് ഇസ് നോൺ ആസ് ദ കണ്ടിന്യൂസ് ക്ലാസ്.
വൈ ഇറ്റ് ഈസ് നോൺ ആസ് കണ്ടിന്യൂസ് ക്ലാസ് എന്ന് പറയാൻ കാരണം ഒരു ഓർഡർ ഇതിലുണ്ടായിരിക്കും, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. 0 to 5, 5 to 10, 10 to 15, 50 to 20. ദിസ് ഇസ് കണ്ടിന്യൂസ് ക്ലാസ് ആണ്. എന്നാൽ കണ്ടിന്യൂസ് അല്ലാത്ത ക്ലാസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് 0 to 4, 5 to 9, 10 to this 14, 15 to 20, 19. ഓക്കെ, ഇത് കണ്ടിന്യൂസ് അല്ല. ദിസ് ഇസ് കണ്ടിന്യൂസ്. 0 to 4 കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 5 to 9 എത്താൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. പിന്നെയും ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് നമുക്ക് എന്തൊക്കെ എത്താൻ പറ്റുന്നത്, 10 to 14. അപ്പൊ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അത് കണ്ടിന്യൂസ് അല്ലാത്ത ഗ്രാഫ്, കണ്ടിന്യൂസ് അല്ലാത്ത ക്ലാസ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് അല്ലാത്തതിനെ എങ്ങനെ കണ്ടിന്യൂസ് ആക്കുക നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് മേക്ക് ഇറ്റ്സ് എ കണ്ടിന്യൂസ് എന്ന് പറയാം. ഇപ്പൊ ക്ലാസ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്ലാസ് ആണ്, അത് കണ്ടിന്യൂസ് അല്ല. ഒക്കെ ചെയ്ത് നോക്കിയേ. 1 to അല്ലെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് 9 to 19, 22, 10 സ്റ്റാർട്ട് ചെയ്യണം. 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിന്റെ കണ്ടിന്യൂസ് ആക്കുന്ന മെത്തേഡ് ആയിക്കോട്ടോ. ഹൗ യു ആർ മേക്കിംഗ് ദിസ് ഇസ് കണ്ടിന്യൂസ് വൺ. ഈ അപ്പിന് നമ്മൾ പറയുക അപ്പർ ലിമിറ്റ്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത് പോകും യെല്ലോ കളറിൽ. ദിസ് ഇസ് നോൺ ആസ് ദ അപ്പർ ലിമിറ്റ്. ഇതൊക്കെ രണ്ടാമത് വരുന്നത് ദിസ് ഇസ് നോൺ ആസ് ദ അപ്പർ ലിമിറ്റ്. ഈ അപ്പർ ലിമിറ്റിനോടൊക്കെ നിങ്ങൾ 0.5 ആഡ് ചെയ്യണം. യു നീഡ് ടു ആഡ് ദ 0.5. ഓക്കെ, നമ്മൾ ഈ 0.5 കംപ്ലീറ്റ് അങ്ങ് ആഡ് ചെയ്യാം. അവിടെ എന്തെല്ലാം കാണുന്നുണ്ട് അവിടെയൊക്കെ നിങ്ങൾ 0.5 ആഡ് ചെയ്യണം. യു നീഡ് ടു ആഡ് ദ 0.5. സോ ഇങ്ങനെ 0.5 ആഡ് ചെയ്യാം. ദിസ് ഇസ് 19 അല്ലേ ഉള്ളത്, അപ്പോൾ നമുക്ക് 19.5. എത്രയുള്ളത് 29.5. എത്രയുള്ളത് 39.5. എത്രയാ 49.5. എത്രയാ 59.5. ഇനി ഈ തൊട്ടപ്പുറത്തുള്ള നമ്പറോ അവിടുന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ 10 0.5 സബ്ട്രാക്ട് ചെയ്താൽ 9.5. അടുത്ത് 20 0.5 സബ്ട്രാക്ട് ചെയ്താൽ 19.5. 30 0.5 സബ്ട്രാക്ട് ചെയ്താൽ 29.5. 40 0.5 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക 39.5. 50 0.5 സബ്ട്രാക്ട് ചെയ്താൽ 49.5. ഇപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ക്ലാസ് ആയിട്ട് മാറി. എന്താ കണ്ടിന്യൂസ് ക്ലാസ് ആവാൻ കാരണം നോക്കി, ഒരു ഓർഡറിൽ പോകും, ഇങ്ങനെ പോകും. 19.5, this one, ഓർഡർ ഉണ്ടാക്കി. അപ്പൊ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും റൈറ്റ് എക്സ്ട്രീമിനോട് 0.5 ആഡ് ചെയ്യുക, ലെഫ്റ്റ് എക്സ്ട്രീമിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് 0.5 നിങ്ങൾ ആഡ് ചെയ്യണം. റൈറ്റിൽ നിന്ന് 0.5 ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആഡ് 0.5, ഇവിടെയോ -0.5. ആഡ് 0.5 -0.5. അപ്പൊ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്ന ക്ലാസ്സിന് നമ്മൾ പേര് പറയും. എക്സാമ്പിൾ ആയിട്ട് ഞാൻ 10 to 20 എഴുതി. ഈ 10 to 20 ഈ 10 എന്നുള്ളതിന് വേണ്ട പേരാണ് ലോവർ ലിമിറ്റ്. എന്താ പറയുന്നത്, ലോവർ ലിമിറ്റ്. ദിസ് ഈസ് നോൺ ആസ് ലോവർ ലിമിറ്റ്. And this one is known as upper limit. Lower limit ഉണ്ട്, upper limit ഉണ്ട്. This is known as, first one is known as lower limit, second one is known as the upper limit. നാളെ നിങ്ങൾ ഒരു ഗ്രാഫിന്റെ പേപ്പർ കയ്യിൽ വെക്കണം കേട്ടോ, അത് നമുക്ക് തീർക്കാൻ പറ്റും, ചാപ്റ്ററിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നാളെ ക്ലാസ് കേട്ടോ. സോ സീ യു ഓൾ ബൈ ടുമോറോ. നാളെ കാണാം. സോ സീ യു ഓൾ. Bye, sir. താങ്ക് യു. ഗ്രാഫ് വയ്ക്കട്ടോ പിന്നെ.